സെക്കൻഡിന്റെ വില എന്താണ് എന്നറിയാൻ മഹാന്മാർ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു മഹാനുണ്ട്. വയസ്അലൂനക അൻ ദുൽഖർനൈൻ, മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി. ദുൽഖർനൈൻ ചക്രവർത്തി വിദൂരമായ യാത്ര നടത്തുന്ന ഒരു മനുഷ്യനാണ്. കാരണം മഗ്രിബ് ശംസിൽ നിന്ന് മഗ്രിബ് ശംസിലേക്ക് പോവാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യോദയമായ കിഴക്കൻ ചക്രവാളം വരെ വിദൂരമായ യാത്ര നടത്തുന്നയാളാണ് മഹാനായ ദുൽഖർനൈൻ. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പടയാളികളുണ്ട്. അങ്ങനെ അവർ യാത്ര ചെയ്യുകയാണ്. ദുൽഖർനൈൻ ചക്രവർത്തിക്ക് ഒരു പതിവുണ്ട്. പാതിരാ സമയമായാൽ ദുൽഖർനൈൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും തമ്പടിക്കുകയാണ്. കൂടെയുള്ള പടയാളികളും കൂടെ തമ്പടിക്കുകയാണ്. അതാ പാതിരയായപ്പോൾ മനോഹരമായ ഒരു കടൽ തീരത്ത് ദുൽഖർനൈൻ അതാ തമ്പടിക്കുന്നു. കൂടെയുള്ള പടയാളികളും തമ്പടിക്കുന്നു. ദുൽഖർനൈൻ നമസ്കാരത്തിലാണ്. പാതിരാ നമസ്കാരം നടത്തുമ്പോ കൂടെയുള്ള പടയാളികൾ 2-3 റക്അത്ത് നിസ്കരിച്ചിട്ട് അവര് പിന്നെ വിശ്രമിക്കാനിരിക്കുകയാണ്. വിശ്രമിക്കുമ്പോ അവര് കാണുന്നത് എന്തെന്നറിയുമോ? ആ കടൽ തീരം ഇങ്ങനെ തിളങ്ങുകയാണ്. ആ കടൽ തീരം ഇങ്ങനെ മനോഹരമായി തിളങ്ങുകയാണ്. അപ്പോൾ അവര് പറഞ്ഞു, ഇവിടുത്തെ കല്ലും മണ്ണും ഒക്കെ നല്ല മനോഹരമാണല്ലോ. അവരിൽ ചിലരവിടെ നിന്ന് ചില കല്ലുകൾ പെറുക്കിയെടുത്തു. ചില പടയാളികൾ എന്ത് ചെയ്തു? ഇവിടുത്തെ കല്ലൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലോ, നിലാവിന്റെ വെട്ടം മാത്രമേ ഉള്ളൂ, പാതിരാ സമയാണ്, ദുൽഖർനൈൻ ഇബാദത്തിലാണ്. പടയാളികൾ ഇങ്ങനെ വർത്തമാനം പറയാൻ ഇരുന്നപ്പോ ചിലര് പറഞ്ഞു, ഇവിടെ കാണാൻ കല്ല് കാണാൻ നല്ല രസമുണ്ടല്ലോ, ഒരു 2-3 കല്ലെടുത്തിട്ട് ചിലര് പോക്കറ്റിലിട്ടു. ചിലര് പറഞ്ഞു, ഏതായാലും ചൊറുക്കുള്ള കല്ലല്ലേ, ഒരു 10-20 കല്ലിരിക്കട്ടെ. അവരുടെ 2 പോക്കറ്റിലും കല്ല് നിറച്ചു. ചില ആളുകൾ പറഞ്ഞു, നല്ല കല്ലല്ലേ, നമുക്ക് കൊണ്ടുപോകാനോ എന്ന് പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഒരു തുണി കൊണ്ടുവന്നിട്ട് ആ തുണിയിൽ ഒരുപാട് കല്ല് പെറുക്കിയിട്ട് കെട്ടിയിട്ട് കുതിരപ്പുറത്ത് കിട്ടി. ചില ആളുകൾ പറഞ്ഞു, എന്തിനാ വെറുതെ കല്ലെടുത്ത് വിഷമിക്കുന്നത്, നമുക്ക് ഇനി ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് നടക്കണ്ടേ, കല്ല് വേണ്ടെന്ന് പറഞ്ഞു. അവര് ആ കടൽക്കരയിൽ കണ്ട കല്ലൊക്കെ എടുത്തിട്ട് കടലിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. ദുൽഖർനൈന്റെ നിസ്കാരം കഴിഞ്ഞു, പാതിരാ സമയം, നിസ്കാരം കഴിഞ്ഞു, നമുക്ക് യാത്ര തുടരാം. പിന്നെ ദുൽഖർനൈൻ തന്റെ യാത്ര ആരംഭിക്കുകയാണ്. കൂടെ പടയാളികളും യാത്ര തുടങ്ങുകയാണ്. ആ യാത്ര പിന്നെ അവസാനിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട യാത്രക്ക് ശേഷമാണ്. പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ ഒരൽപ്പം മുമ്പാ ദുൽഖർനൈൻ തന്റെ പ്രഭാത നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് പടയാളികളും ആ നമസ്കാരത്തിന് ഒരുങ്ങുകയാണ്. മുഅ്മിനീങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് ഒരൽപ്പനേരം കഴിഞ്ഞപ്പോഴേക്ക് സൂര്യൻ ഉദിക്കുകയാണ്. സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ പരക്കുകയാ, സൂര്യന്റെ പ്രകാശം ഇങ്ങനെ പരക്കുകയാ. ആ നേരത്ത് നോക്കുമ്പോ ചില ആളുകളുടെ പോക്കറ്റിൽ കിടന്ന ഈ കല്ലുകൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. കല്ലുകൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുമ്പോ അവരാ പോക്കറ്റിൽ നിന്ന് കല്ലുകൾ എടുത്തു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതൊക്കെ വജ്രങ്ങളാ, ഡയമണ്ട് കല്ലുകളാ. ഡയമണ്ടുകൾ നിറഞ്ഞ ഒരു കടൽ തീരത്തിലൂടെയാണ് ദുൽഖർനൈനിന്റെ അത്ഭുതകരമായ സഞ്ചാരം നടന്നത്. പക്ഷെ ആ നാട് എവിടെയായിരുന്നു? ഇനി തിരിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം 4-5 മണിക്കൂർ യാത്ര കുതിരപ്പുറത്ത് ഓടി വന്നു കഴിഞ്ഞു. ഇനി എങ്ങോട്ട് പോകാൻ അറിയില്ല. എവിടെയാണ് ഈ മുത്തും പവിടവും നിറഞ്ഞ ഡയമണ്ടുകൾ നിറഞ്ഞു കിടന്ന ഭൂമി എവിടെയാണെന്ന് അവർക്കറിയില്ല. അപ്പൊ ചില ആളുകൾ പോക്കറ്റിലിട്ട കല്ലെണ്ണാൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാൻ 10 കല്ലെടുത്തിട്ടുണ്ട്, എനിക്ക് 10 ഡയമണ്ട് കിട്ടി. ചില ആളുകൾ പറഞ്ഞു, ഞാൻ 2 എടുത്തുള്ളൂ. ചില ആളുകൾ കുതിരപ്പുറത്തേക്ക് ഓടിച്ചെന്ന് നോക്കിയിട്ട് അവരാ തുണി അടിച്ചു നോക്കി. അവര് കെട്ടിവെച്ച പാണ്ഡമടിച്ചു നോക്കുമ്പോ ഇഷ്ടം പോലെ വൈഢൂര്യത്തിന്റെ കല്ലുകളാണ്, വജ്രസമാനമായ കല്ലുകളാണ്. അവര് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇത്ര
അത്രയെങ്കിലും എടുത്തല്ലോ, ഒരു ഭാണ്ഡം കൂടി എടുത്താ മതിയായിരുന്നു. എല്ലാവർക്കും എടുത്തതിലേറെ വേണം. 2 കല്ലെടുത്തവരെ പറയാണ് 4 എണ്ണം എടുത്താ മതിയായിരുന്നു. 4 എണ്ണം എടുത്തവരെ പറയാണ് 8 എണ്ണം എടുക്കാമായിരുന്നു. 10 എണ്ണം എടുത്തവരെ പറയാണ് 20 എണ്ണമാക്കാമായിരുന്നു. ഒരു കവർ നിറയെ എടുത്തവന് പറയാണ് 2 കവർ എടുക്കാമായിരുന്നു. ആ സമയത്താണ് ഒന്നും എടുക്കാത്ത ആളുകൾ കരഞ്ഞത്. ഒന്ന് തരുമോ, ഞങ്ങൾക്ക് ഒന്നെങ്കിലും തരുമോ, ഒന്നെങ്കിലും എടുക്കാമായിരുന്നല്ലോ, ഒന്നെങ്കിലും എടുക്കാമായിരുന്നല്ലോ, ഒരു കല്ല് പോലും ഞങ്ങൾ എടുത്തില്ലല്ലോ, ഒന്നെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് കരയുമ്പോഴാ ഈ സംഭവം പറഞ്ഞിട്ട് ഇമാമികൾ പറയുകയാ, ജനങ്ങളെ, ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഇബാദത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആഖിറത്തിലേക്ക് വന്നാൽ, പടച്ചവന്റെ മുമ്പിലേക്ക് വന്നാൽ, അല്ലാഹ് 2 വക്ത് കൂടി അധികം നിസ്കരിച്ചില്ലല്ലോ, 2 റക്അത്ത് സുന്നത്ത് കൂടി നിസ്കരിച്ചില്ലല്ലോ, 1000 രൂപ കൂടി സ്വതക കൊടുത്തില്ലല്ലോ, എന്നാൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നുവല്ലോ. ഇബാദത്തിന്റെ കണക്കെണ്ണുമ്പോ ഓരോരുത്തരും കരയുകയാണ്, ഒരൽപ്പം കൂടി എടുത്തില്ലല്ലോ. ഖബറിലെത്തുമ്പോഴും അതാണ് ആലോചിക്കുന്നത്, ഒരൽപ്പം കൂടി എടുത്തില്ലല്ലോ, അല്ലാഹ് ഒന്നുകൂടി അധികരിപ്പിക്കാമായിരുന്നല്ലോ. മുഅ്മിനീങ്ങളെ, ആ ചിന്തക്കവിടെ പ്രസക്തിയില്ല. കഫൻ പുടവക്ക് കീശയില്ല, ഖബറിനുള്ളിൽ മേശയില്ല, മുൻകർ നകീർ മാലാഖമാർ കൈകൂലി വാങ്ങുവാൻ നിൽക്കാറില്ല.